ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി എനിക്ക് ഐ ആം നോട്ട് വെൽ. എൻ്റെ കുറേ ദിവസം എൻ്റെ ക്ലാസ് മിസ്സായതുകൊണ്ട് ഞാൻ ഇന്ന് അപ്പം ഞാനൊരു കറക്റ്റ് 9:30 സ്റ്റോപ്പ് ചെയ്യും. പിന്നെ 2 ദിവസമായിട്ട് ഇത്തിരി പ്രശ്നമാണ്. അമ്മയ്ക്ക് വയ്യായിരുന്നു, അങ്ങനത്തെ ചെറിയ ഇഷ്യൂ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ സമയത്തിന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇപ്പം ഞാൻ തൽക്കാലം നോക്കുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, റെഡിയാണോ എല്ലാവരും? എല്ലാവരും ഒരു ഗുഡ് ഈവനിങ് പറയൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നമ്മള് ഇന്ന് ടോപ്പിക് നമ്മൾ എടുക്കേണ്ടത് 187 ആണ്. BNSSന്റെ 187, CRPCയിലെ 167 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമ്മളത് വായിക്കുന്ന മുമ്പ് അതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറയാം. പിന്നെ 167(2) നിങ്ങൾ കേട്ട് കാണും. 167 എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ആ ഇൻവെസ്റ്റിഗേഷൻ പീരീഡിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ പീരീഡിൽ പോലീസ് നമ്മുടെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമുള്ള പ്രോസസ്സാണ്. പിന്നെ 167(2) എന്ന് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സെക്ഷൻ 58 പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദി അറസ്റ്റ് ദ അക്യൂസ്ഡ് cannot be detained more than a period of 24 hours. അൺഓതറൈസ്ഡ് ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഹി ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, ദ അക്യൂസ്ഡ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് നിയറസ്റ്റ് മജിസ്ട്രേറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഉണ്ട്, ആർട്ടിക്കിൾ 22 നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ആർട്ടിക്കിൾ 21 ഓൾസോ, പേഴ്സണൽ ലിബർട്ടി ഓഫ് ആൻ അക്യൂസ്ഡ്. അപ്പോൾ വെൻ എ പേഴ്സൺ who is an accused has been taken into custody by the police, how he be dealt with, അതാണ് 167(2) പറയുന്നത്. അപ്പോൾ 167(2) നമ്മൾ സാധാരണ പറയുന്നത് പിന്നെ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബെയിൽ ആൾസോ. നമ്മൾ പഴയ ഇപ്പോഴത്തെ 483 ഒക്കെ വന്നു, പഴയ 436, 437, 439 all are dealing with the bail-ആണ്. bailable offense, bail in non-bailable offense. Then another is pre-arrest bail-ആണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുമത്, എന്നാൽ വിശദമായിട്ട് അതിൻ്റെ ബെയിലിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളൊരു ജനറലായിട്ട് നമുക്കറിയാം അത് എങ്ങനെയാണെന്ന്. ബെയില് നോൺ ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ ഈസ് ദി റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ് ആണ്. ബെയിൽ ഈസ് ദി റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ്. ബെയിൽ ഈസ് ദ റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ the accused need not file an application for bail. Only thing is that I am ready with the shortest എന്ന് പറഞ്ഞാൽ മതി. In the case of bailable offense, but in the case of non-bailable offenses, certain condition is to be satisfied. പിന്നെ നമ്മൾ നേരത്തെ അറസ്റ്റിന്റെ കാര്യങ്ങൾ പഠിച്ചു. അതുമായിട്ട് കണക്റ്റഡ് വരുന്നതാണെന്ന് പറഞ്ഞു. അതായത് ഗ്രാവിറ്റി ഓഫ് ദി ഓഫൻസ് നോക്കണം, ഇതെല്ലാം നോക്കണം. അതിന്റെ ഗ്രാവിറ്റി, വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കണം, അക്യൂസ്ഡിന് പ്രീവിയസ് കൺവിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ദോസ് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഗ്രാൻഡിങ് ബെയിൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൊതുവെ പറയുന്നത് ഡീഫോൾട്ട് ബെയിൽ എന്നാണ്. 167(2), പഴയ 167(2) നമ്മൾ വിളിക്കുന്ന മറ്റൊരു ഓമന പേര് ഡീഫോൾട്ട് ബെയിൽ എന്നാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്നും പറയാറുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് വിളിക്കുന്നതിന് ചില ക്രിറ്റിസിസം ഉണ്ട്. കാര്യം സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ബെയിലും സ്റ്റാറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയേണ്ട കാര്യമില്ല എന്നൊരു പക്ഷമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ട് പറയുന്നു ഒരാളെ അങ്ങനെ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് ചില ഡിസിഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് താൻ. അപ്പോൾ 167(2) പ്രത്യേകത അതാണ്. അതിനകത്ത് ചില പീരീഡ് പറയുന്നുണ്ട്. പിന്നെ 167(2) പിന്നെ ഞാനിപ്പോൾ പറയുന്ന 167(2) ആണ് കേട്ടോ, നോട്ട് 187. 167(2) നമുക്കറിയാം an accused can be produced before a magistrate who is not having jurisdiction. jurisdiction ഉള്ള മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണമെന്നില്ല. jurisdiction ഇല്ലാത്ത മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. പക്ഷെ അത് റിമാൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് റിമാൻഡ് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി.
പറയുന്നുണ്ട്. എന്നാൽ ഈ 167(2) മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലീസ് കസ്റ്റഡി എന്ന് കേട്ട് കാണുമല്ലോ. പോലീസ് കസ്റ്റഡി ഇപ്പോഴുള്ള ചില കേസുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. പോലീസ് കസ്റ്റഡി, അതായത് പിന്നെ കോടതി അയാൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡി ആകുന്നു. റിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡി പാർപ്പിക്കുന്നതിനെയാണ് റിമാൻഡ് എന്ന് പറയുക. അപ്പോൾ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി ഇയാളെ ചിലപ്പോൾ ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു തെഫ്റ്റ് കേസൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്രേവ് ക്രിമിനൽ ഒഫൻസിന്റെ വെപ്പൺ കണ്ടെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് കേസിൽ സ്റ്റോളൻ ആർട്ടിക്കിൾ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 27 റിക്കവറിക്കൊക്കെ വേണ്ടി അയാൾ കസ്റ്റഡി കിട്ടിയിട്ട് ആ കസ്റ്റഡിയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണല്ലോ 27 റിക്കവറി വരുന്നത്. അപ്പൊ അതിനെന്തില്ല, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഹൈലി റിക്വയർഡ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ പോലീസ് നോർമലി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നോർമലി ഫയൽസ് എ പെറ്റീഷൻ ബിഫോർ ദി കൺസേൺ മജിസ്ട്രേറ്റ് ഫോർ ഗെറ്റിംഗ് ദ അക്യൂസ് ഇൻ പോലീസ് കസ്റ്റഡി. അപ്പോ വിത്ത് റെസ്പെക്ട് ടു 167(2) ദ ഏർലിയർ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഫസ്റ്റ് 15 ഡേയ്സേ പറ്റുമെന്നുണ്ട്. ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡി മേടിച്ചോളാം. എത്ര ദിവസം വേണേലും കൊടുക്കാം, ഇത്ര ദിവസം ഒന്നും പറയുന്നില്ല. ബട്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് പീരീഡ് ഓഫ് റിമാൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മാക്സിമം 15 ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ആ പീരീഡ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. മനസ്സിലായി? അതായത് 167(2) അങ്ങനെയായിരുന്നു. അപ്പൊ അതിന്റെ 167(2) ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫസ്റ്റ് പീരീഡിൽ ഫസ്റ്റ് 15 ഡേയ്സിലേക്ക് കൊടുക്കാവൂ എന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡിസിഷനാണ് അനുപം ജെ കുൽക്കർണി എന്ന പേരിൽ അറിയപ്പെടുന്ന കേസ്. CBI വേഴ്സസ് അനുപം ജെ കുൽക്കർണി എന്നാണ് കേസിന്റെ പേര്. അത് അതിന്റെ സൈറ്റേഷൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. അത് വായിക്കേണ്ട ഒരു ഡിസിഷനാണ്. 1992 KHC ആണ്. ഒരു സെക്കൻഡ്, എന്റെ പേര് CBI വേഴ്സസ് അനുപം ജെ കുൽക്കർണി ആണ്. 1992 KHC 863 ആണ്. അതാണ് അതിന്റെ ബേസിക് ഡിസിഷൻ. ഒരു സെക്കൻഡ്, പിന്നെ അനദർ കാർഡിനൽ ചേഞ്ച് എന്ന് പറയുന്നത്, പിന്നെ ഇത് ഈ പോലീസ് കസ്റ്റഡിയിൽ മുമ്പ് കൊടുക്കാൻ പറ്റുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനായിരുന്നു. അതിപ്പോ BNSS വന്നപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേഷൻ കൊടുക്കാമെന്ന് പിന്നെ ഇപ്പോഴത്തെ പൊസിഷൻ അതാണ്. അപ്പൊ അങ്ങനെ ചില കാർഡിനൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെക്ഷൻ വായിച്ചിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആ ഒരു മനസ്സിന് കൂടെ വേണം. സോറി, അതുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, വായിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോലീസ് കസ്റ്റഡി കൊടുക്കുന്നത് ഡ്യൂറിങ് ദി ഫസ്റ്റ് പീരീഡ് ഓഫ് റിമാൻഡ് ആണെന്ന് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു. എന്നാൽ 187 വന്നപ്പോൾ അതിലൊരു വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നു. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ അറിയാലോ ഒരു 60 ഡേയ്സും 90 ഡേയ്സും ഒരു പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 60 ഡേയ്സ് 90 ഡേയ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 60 ഡേയ്സ് 90 ഡേയ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. എന്താണ് അതിന്റെ വ്യത്യാസം? എന്താണ്? അതായത് 10 വർഷത്തിൽ താഴെ കേസുകളാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള മാക്സിമം സമയം എന്ന് പറയുന്നത് 60 ദിവസവും. അതിന് മുകളിലാണ് 90 ഡേയ്സും, അതായത് 10 വർഷത്തിൽ മുകളിലുള്ള കേസുകളും, എക്സെപ്റ്റ് NDPS കേസ്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള പീരീഡ് 60 ദിവസവും അതിന് മുകളിൽ 90 ഡേയ്സും ആണ്
അല്ലേ? എന്നല്ലേ അജ്മൽ പറഞ്ഞേ? അതെ സർ. അതെ. യെസ്. എനി അതർ ഒപ്പീനിയൻ? Any other opinion? സർ 10 ഇയേഴ്സിലെ എന്തൊരു ചെറിയൊരു മുൻപ് അങ്ങനെ ഒരു 10 ഇയേഴ്സ് അപ് ടു 10 ഇയേഴ്സ് എന്നുള്ളൊരു അതായത് അതിലങ്ങനെ എന്തൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു സർ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. ഇപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല സർ. അപ് ടു 10 ഇയേഴ്സ് ആണോ അതോ 10 ഇയേഴ്സ് കവർ ചെയ്യോ അതോ 10 ഇയേഴ്സ് മുകളിലുള്ളതാണ്? അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഇപ്പോ 10 ഇയേഴ്സ് എന്നുള്ളത് വരുന്നുണ്ട്, 10 ഇയേഴ്സ് ആൻഡ് മോർ വരുന്നുണ്ട്. മുൻപ് അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെയുള്ളൊരു CRPC വരുമ്പോ എന്റെ ഇന്നിപ്പോ CRPC ഇല്ല സർ, ഞാൻ വീട്ടിലല്ല ഉള്ളത്. മുൻപൊരു 10 ഇയേഴ്സ് അത് കവർ ചെയ്യണ്ടായിരുന്നു എന്നൊരു സംശയം സർ. Okay, any other? നമ്മളിപ്പോ ഈ 187 to 187 പോകുന്ന മുമ്പ് 167 ആണല്ലോ നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാലും മതി. എന്താണ് ഈ 60 ദിവസത്തിന്റെയും 90 ദിവസത്തിന്റെയും പ്രത്യേകത? അപ്പൊ അജ്മൽ പറഞ്ഞത് ആ ഒരു ഡിവിഷൻ പറഞ്ഞു, അതായത് 10 ഇയേഴ്സ്. അത് നമുക്ക് വരാം അങ്ങോട്ട്. 10 ഇയേഴ്സ് മോർ ആണോ 10 ഇയേഴ്സ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ചാർജ് ഷീറ്റ് അല്ല പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. വിത്തിൻ 60 days കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ മറ്റതുകൂടെ നമുക്ക് എടുക്കാം, ആ ഒരു ഒപ്പീനിയൻ കൂടെ എടുക്കാം. അതായത് 60 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 90 ഡേയ്സിൽ ആസ് ദ കേസ് മേ ബി ഫയൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. 1 60 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ ആസ് ദ കേസ് മേ ബി ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. 2 ഇനി എനി അതർ ഇന്റർപ്രിട്ടേഷൻ നമുക്കും വായിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാവേ. ജഡ്ജിമാർക്ക് മാത്രമല്ലല്ലോ, നമുക്കും വായിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാം. ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ പാടില്ല എന്നുള്ള ഒരു ട്രയൽ ഇല്ലാതെ ഡിറ്റൻഷൻ പാടില്ല. ഞാൻ ചോദിച്ചത് ഈ 60-90 ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നമുക്ക് ആ സെക്ഷൻ വായിക്കുമ്പോൾ ക്ലിയർ ആകും. ഞാൻ എന്നാലും നിങ്ങളോട് നമ്മൾ ഇതേ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു നോളജിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. സാർ, മജിസ്ട്രേറ്റ് അതിന് ശേഷം ഡിറ്റൻഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലേ? ഡിഫോൾട്ട് ബെയിലിന്റെ കാര്യമല്ലേ പറയുന്നത്? ഡിറ്റൻഷൻ ചെയ്യാൻ പാടില്ല. 60-90 ഡേയ്സും ആ ഒരു കാര്യം കൂടെ പറയുന്നില്ലേ അതിനകത്ത്? 1000 കാര്യം കൂടെയാണോ പറയുന്നത്, 1000 കാര്യമാണോ പറയുന്നത്? ശരി. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ആ ഒരു സംഗതി കിടപ്പുണ്ട് അവിടെ, അല്ലെ? അതായത് 60 days 90 days എന്ന് പറയുന്നത് 2 തരം ഒഫൻസിന് വെച്ചിരിക്കുന്ന പീരീഡ് ആണ്. അതായത് എന്താണ്, പിന്നെ മുമ്പ് 167 പറയുന്നത് നോട്ട് ലെസ് ദാൻ 10 years എന്നായിരുന്നു പറയുന്നത്. നോട്ട് ലെസ് ദാൻ 10 years ആൻഡ് പിന്നെ ലൈഫ് ഡെത്ത്. ഇപ്പൊ വന്നപ്പോ അവർ തിരിയൊന്ന് മാറ്റിയിട്ടിട്ട് പറഞ്ഞു 10 years ഓർ മോർ എന്നാക്കി. ആ ഡിവിഷൻ, ആ ലൈൻ അങ്ങനെയാക്കി. എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 10 years അല്ലെങ്കിൽ മോറോ ആണെങ്കിൽ 90 days, 10 years അല്ല അതിൽ താഴെയാണെങ്കിൽ 60 days. എന്തിനാണെന്നുള്ളത് നമുക്കിനി വായിച്ചു നോക്കാം. എന്താണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ആണോ അതോ വേറെന്തെങ്കിലും ആണോ നമുക്കിനി സെക്ഷൻ വായിച്ചു നോക്കാം, അല്ലേ? അപ്പോ 187 ആദ്യത്തെ ലക്ഷ്മി തന്നെ ഒന്ന് വായിക്കൂ. 187ന്റെ സെക്ഷൻ 187 ഒന്ന് വായിക്കൂ. 187 procedure investigation cannot be complied in 24 hours. Complied ആണോ? Completed in 24. Okay. Clause 1. Whenever any person is arrested and detained in custody and it appears that the investigation cannot be completed within the period of 24 hours fixed by section 58 and there are grounds for believing that the accusation or information is well founded, the officer in charge of the police station
or the police officer making the investigation, if he is not below the rank of sub-inspector, shall forthwith transmit to the nearest magistrate a copy of the entries in the diary hereinafter specified relating to the case, and shall at the same time forward the accused to such magistrate. മജിസ്ട്രേറ്റ്. അതായത് ഇവിടെ 167 വ്യത്യാസം, ആദ്യത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ 167 ആ ഷാൽ ട്രാൻസ്മിറ്റ് ടു ദി നിയറസ്റ്റ് മജിസ്ട്രേറ്റ് എന്ന് കണ്ടില്ലേ? നേരത്തെ അത് നിയറസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? അതായത് 167 ഇപ്പോഴത്തെ 187 വന്നപ്പോ ട്രാൻസ്മിറ്റ് ടു ദി നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് പകരം മുമ്പ് ഉണ്ടായിരുന്നത് ട്രാൻസ്മിറ്റ് ടു ദി നിയറസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മജിസ്ട്രേറ്റ് നീഡ് നോട്ട് ബി എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയാലും മതി എന്നായിക്കി ഇപ്പോ. അതാണ് ആദ്യത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്. പിന്നെ നമുക്ക് മറ്റേത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 58 പ്രകാരം 24 മണിക്കൂറിൽ ഒരാളെ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല, അയാളെ അടുത്തുള്ള പിന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ കോപ്പി ഓഫ് മജിസ്ട്രേറ്റ് എൻട്രീസ് ഷാൽ ബി സെൻഡ് ടു നിയറസ്റ്റ് മജിസ്ട്രേറ്റ് എന്നാക്കി. ഒന്നാമത്തേൽ അതാണ് വ്യത്യാസം വന്നത്. ഇനി നെക്സ്റ്റ് പിന്നെ അടുക്ക് രേവതി ഒന്ന് വായിക്കൂ. 187(2) ആണ് നേരത്തെ 167(2). വായിച്ചോ. Okay, sir. The magistrate to whom an accused is forwarded under this section may, irrespective of whether he has or has no jurisdiction to try the case, after taking into consideration whether such person has not been released on bail or his bail has been cancelled, authorize from time to time the detention of the accused in such custody as such magistrate thinks fit, for a term not exceeding 15 days in the whole or in parts, at any time during the initial 40 days or 60 days out of detention period of 60 days or 90 days, as the case may be, as provided in subsection 3, and if he has no jurisdiction to try the case or commit it for trial and considers further detention unnecessary, he may order the accused to be forwarded to a magistrate having such jurisdiction. ഇതിനകത്ത് വന്നിരിക്കുന്നതിന്റെ നക്ഷല് ഞാൻ പറയാം, എന്നിട്ട് ഒന്നുകൂടെ വായിക്കാം, അപ്പൊ മനസ്സിലാവും. അതായത് ഇപ്പൊ നമുക്ക് ആദ്യം 60 ഡേയ്സിന്റെ കാര്യം എടുക്കാം. ഈ 60 ഡേയ്സ് കൂടുതൽ ഡിറ്റൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ പോലീസ് കസ്റ്റഡിയിലോട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ഈ ആദ്യത്തെ 40 ഡേയ്സില് ഒറ്റ ടൈമിൽ 15 ഡേയ്സ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ? സപ്പോസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് കരുതാം. മനസ്സിലല്ലേ? ഇപ്പൊ ഇന്ന് റിമാൻഡ് ചെയ്തു 15, അടുത്ത ഇന്നിപ്പം തീയതി 14ആണ്, 29-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. 15-ാം തീയതി പോലീസ് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. എന്തിനാണ്? പോലീസ് കസ്റ്റഡി വേണം, ഞങ്ങൾക്ക് ഇയാളെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അന്ന് തന്നെ, നമുക്ക് അങ്ങനെ എടുക്കാം, അന്ന് തന്നെ, അതായത് ഓൺ ദ പ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് ഫയൽ എ കസ്റ്റഡി ആപ്ലിക്കേഷൻ. ദ പോലീസ്, ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വാണ്ടഡ് ദ കസ്റ്റഡി ഫോർ 15 days. അപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം മുമ്പത്തെ നിയമപ്രകാരവും ആ 15 ദിവസം ആവശ്യമാണെന്ന് തോന്നിയാൽ കൊടുക്കാം. ഇപ്പൊ 15 ദിവസം കൊടുക്കണമെന്നില്ല പ്രാക്ടിക്കലി, പക്ഷെ 15 ദിവസം വേണമെന്ന് തോന്നുന്നു, അല്ല ദൂരെയൊക്കെ കൊണ്ടുപോയി അന്വേഷിക്കേണ്ടതാണെന്ന് തോന്നി കോടതിക്ക് തോന്നുകയാണ് 15 ദിവസം വേണം എന്ന് തോന്നിയാൽ ആ ഫസ്റ്റ് 15 ഡേയ്സ് കൊടുക്കാം. മുമ്പും കൊടുക്കാം, ഇപ്പോഴും കൊടുക്കാം. ആ ഫസ്റ്റ് 15 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി തിരിച്ചു കൊണ്ടുവന്നാൽ ഫർദർ റിമാൻഡ് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത 15 ദിവസത്തേക്ക് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. ആവശ്യമില്ല എങ്കിൽ കോടതി ജാമ്യം കൊടുക്കാം. ഇതാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തേണ്ടിരുന്ന ഒരു രീതി. ഇപ്പോഴത്തെ സെക്ഷൻ അനുസരിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് ഒരു ടൈമിന് 15 ഡേയ്സേ കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്ര കൊടുക്കാം?
അങ്ങനെ ആദ്യത്തെ പിന്നെ 60 ഡേയ്സിൽ പറയുന്ന എത്ര ഇനീഷ്യൽ 40 ഡേയ്സ് 60 ഡേയ്സിൽ ഡിറ്റൻഷൻ ബാർ ചെയ്തിരിക്കുന്ന കേസിൽ 40 ദിവസം കൊടുക്കാം. പക്ഷെ ആ 40 ദിവസം ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. 15 ദിവസം കൊടുത്ത് അതിനുശേഷം 2 ദിവസം ഗ്യാപ്പ് ഇട്ട് അടുത്ത 15 ദിവസം പിന്നെ ഗ്യാപ്പ് ഇട്ട് അടുത്ത 10 ദിവസം അങ്ങനെ കൊടുക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. 167(2)ൽ എന്താണ് ഫസ്റ്റ് 15 ഡേയ്സിലെ കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ പറഞ്ഞത് എന്താണ്? ഇപ്പോഴത്തെ രീതി പ്രകാരം അയാളെ ഒറ്റ ടൈമിന് ഒറ്റ ടേക്കിൽ 15 ദിവസമേ ഉള്ളൂ. അതിനുശേഷം ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 15 ദിവസം ആവശ്യമുണ്ട് കൊടുക്കാം. 90 ഡേയ്സിന്റെ കാര്യത്തിൽ 90 ഡേയ്സ് റിമാൻഡ് ആണെങ്കിൽ അതാണ് ഈ 15 ദിവസം കൊടുക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും 15 ദിവസം, അങ്ങനെ എത്ര ദിവസം കൊടുക്കാം? അങ്ങനെ 60 ഡേയ്സ് കൊടുക്കാം. മനസ്സിലായോ? അതാണ് വ്യത്യാസം. ഇനി വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ രേവതി, ഒന്നുകൂടെ വായിച്ചേ. ഈ ഇത് മനസ്സിലായി വെച്ചോണ്ട് ഒന്നുകൂടെ വായിച്ചേ. The magistrate to whom an accused person is forwarded under this section may, irrespective of whether he has or has no jurisdiction to try the case, after taking into consideration whether such person has not been released on bail or his bail has been cancelled, authorize from time to time the detention of the accused in such custody as such magistrate thinks fit, for a term not exceeding 15 days in the whole or അതായത് എന്താണ്? ഫ്രം ടൈം ടു ടൈം detention of the accused in such custody as the magistrate thinks fit, for a time not exceeding 15 days in the whole or in part at any time during the initial 40 days. ആദ്യത്തെ 40 ദിവസത്തിനുള്ളിൽ ഇന്റർവെല് കഴിഞ്ഞിട്ട് വീണ്ടും 15 ഡേയ്സ്. ഇനി അടുത്ത കേസ് എന്താണ്? ഓർ 60 ഡേയ്സ് ഔട്ട് ഓഫ് ഡിറ്റൻഷൻ. അത് ഇങ്ങനെ എടുക്കണം. 40 ഡേയ്സ് ഓർ 60 ഡേയ്സ് വിടുക. 40 ഡേയ്സ് ഔട്ട് ഓഫ് ദ പീരീഡ് ഓഫ് ദി 60 ഡേയ്സ്, then 60 ഡേയ്സ് ഔട്ട് ഓഫ് ദ പീരീഡ് ഓഫ് 90 ഡേയ്സ് ആസ് ദ കേസ് മേ ബി. അപ്പൊ 90 ഡേയ്സിലെ ഡിറ്റൻഷൻ ആണെങ്കിൽ മാക്സിമം എത്ര കൊടുക്കാം? മാക്സിമം 60 ഡേയ്സ് കൊടുക്കാം. പക്ഷെ ഒറ്റ ടേക്കിൽ 15 ദിവസമേ ഉള്ളൂ. ഇന്റർവ്യൂ വന്നിട്ട് വീണ്ടും 15 ദിവസം. മനസ്സിലായോ? പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? അതിന്റെ ഇപ്പോഴത്തെ പിടികിട്ടിയോ? അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എത്ര ദിവസം കൊടുക്കാം? 60 ദിവസത്തെ റിമാൻഡുള്ള കേസിൽ എത്ര ദിവസം കൊടുക്കാം? മാക്സിമം എത്ര ദിവസം കൊടുക്കാം? 40. ഒറ്റ ടൈമിലോ 15. അപ്പൊ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും 15 ദിവസം കൊടുക്കാം. ഇതൊരു ഡിസ്പ്യൂട്ടഡ് സംഗതിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ പാർലമെന്റിൽ വന്നപ്പോ നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ്. 15 ദിവസമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഹോം മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞെങ്കിലും സെക്ഷൻ ഈസ് അതർവൈസ്. അപ്പൊ അതിന്റെ ഡിസ്റ്റിങ്ഷൻ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചോളണം. നമ്മൾ ഇത് ഈ 60 അതിനകത്ത് എത്ര പീരീഡ് വന്നു നോക്കിക്കൊള്ളണം. 40, 60, 60, 90 അതൊക്കെ കൺഫ്യൂഷൻ ആയി പോകരുത്. ഫസ്റ്റ് 60 ഡേയ്സിൽ റിമാൻഡ്, 60 ഡേയ്സ് റിമാൻഡ് നമ്മൾ അടുത്ത ക്ലോസിലിട്ട് വരും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. 60 ഡേയ്സ് മാക്സിമം റിമാൻഡ് ഉള്ള കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വേണമെങ്കിൽ 40 ദിവസം കൊടുക്കാം. ബട്ട് ഒറ്റ ടൈം 15 ദിവസമേ പറ്റും. ഇന്റർവെല് കഴിഞ്ഞിട്ട് വീണ്ടും 15 ദിവസം കൊടുക്കാം. ഇന്റർവെല് കഴിഞ്ഞ് അപ്പൊ ആദ്യ 15 കൊടുത്തു, എന്നിട്ടും പോരാതെ വന്നു. അടുത്ത 15 കൊടുത്തു, എന്നിട്ടും പോരാതെ വന്നു. അപ്പൊ അടുത്ത എത്ര കൊടുക്കാം? രണ്ട് പ്രാവശ്യം 15 വീതം കൊടുത്തു. മൂന്നാമത്തെ പ്രാവശ്യം പോരെങ്കിലോ 10 കൂടെ കൊടുക്കാവുള്ളൂ. 15, 15, 30, 40 ദിവസം കൊടുക്കും. മാക്സിമം 40 പറ്റുള്ളൂ. ഹോൾ 40 പറ്റുള്ളൂ. ഒറ്റ ടൈമിൽ 15 പറ്റുള്ളൂ. ഈ 90 ദിവസം, അതായത് മർഡർ കേസൊക്കെ വരുന്ന കേസുകളിൽ 90 ഡേയ്സ് ആണ് റിമാൻഡ് പീരീഡ് പറയുന്നത്. അവിടെ വരുന്നതിനകത്ത് 60 ഡേയ്സ് കൊടുക്കാം. അവിടെയും ഒറ്റ ടൈക്കിൽ 15 കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഗതി വെച്ചെന്നാൽ നമുക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു സാധനം ഉണ്ട് അതിനകത്ത്. എന്താണ് വെച്ചാൽ മൂന്നാമത്തെ ലൈനിൽ എന്താണ്? ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ വെദർ
such a person has not been released on bail. ആ കോടതി ജാമ്യത്തിൽ വിട്ടില്ല എങ്കിൽ പിന്നെ ഹിസ് ബെയിൽ ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന് പറയുന്നുണ്ട്. അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകണില്ല. ഒരു പ്രതി ആദ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ പിന്നെ ബെയിൽ ഹാസ് ബീൻ ക്യാൻസൽ എന്ന് പറയുന്നതിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് എന്താണ് പിന്നെ 60 days out of detention period of 60 days or 90 days as the case may be, as provided in subsection 3. അത് നമ്മളിനി 3 വരും. If he has no jurisdiction to try the case, commit for trial and consider further detention unnecessary, അത് ഫർദർ ഡിറ്റൻഷൻ വേണമെങ്കിൽ നോർമലി അയാളെ ജാമ്യത്തിൽ വിടാം. ഇതാണ് 167(2) 187(2) തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, ഇനി 187(3) ഒന്ന് വായിക്കൂ. അത് അമല ഒന്ന് വായിക്കൂ. 187(3). സാർ അതിന് മുൻപ് ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഈ ജുഡീഷ്യൽ കസ്റ്റഡിയും ഈ പോലീസ് കസ്റ്റഡിയും അത് അപ്പൊ ഈ ഒരു കാര്യത്തില് അത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ എന്താണ് ശരിക്കും അതിന്റെ ഒരു വ്യത്യാസം സാർ? അല്ല, പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലീസിന് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ഈ 24 സെക്ഷൻ 58 ഒന്ന് എടുത്തേ. സെക്ഷൻ 58 ഒന്ന് എടുക്കൂ. സെക്ഷൻ 58 എന്താ പറയണേ? No police officer shall detain in custody a person arrested without warrant for a longer period than under all circumstances of the case is reasonable, and such a period shall not, in the absence of special order from the magistrate under 187. മനസ്സിലായില്ലേ? അപ്പൊ നോർമലി ഒരു കോടതിയുടെ ഉത്തരവില്ലാതെ പോലീസിന്റെ കസ്റ്റഡിയിൽ എത്ര നേരം വെക്കാം? 24 മണിക്കൂർ വെക്കാം. അതിൽ കൂടുതൽ വെക്കണമെങ്കിലോ? അതിൽ കൂടുതൽ വെക്കണമെന്ന് പറഞ്ഞാൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ചുമ്മാ ഇട്ട് കണ്ടിരിക്കാനല്ലല്ലോ. ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിന് ഈ 24 മണിക്കൂറിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് നമ്മള് അവരെ കോടതിയിലോട്ട് വിടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല 24 മണിക്കൂർ. എന്താണ് കാരണം? ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഇയാളെ കൊണ്ടുപോയി ഉദാഹരണത്തിന് ഒരു തെഫ്റ്റ് കേസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഒരു തെഫ്റ്റ് കേസിൽ അയാൾ ഒരു ജുവല്ലറി കയറി മോഷണം നടത്തിയ കേസാണെന്ന് കരുതുക. പ്രതി അറസ്റ്റ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. ഈ 24 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കട്ട മുതല് ഡൽഹിയിൽ ഒരു ജുവല്ലറി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. 24 മണിക്കൂറേ ഉള്ളേ. ആ 24 മണിക്കൂറിനുള്ളിൽ അവിടെ പോയി ഈ തൊണ്ടി വില കണ്ടെടുക്കാൻ പറ്റത്തില്ല. വീണ്ടും സമയം വേണം. അപ്പൊ ഇയാളെ വീണ്ടും കസ്റ്റഡി കിട്ടണം. ഇയാൾക്കല്ലേ അറിയാവുള്ളൂ എവിടെ അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ 187 പറഞ്ഞ കോടതി വിളിച്ചിട്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിക്കണം. അതാണ് 58 പറയുന്നത്. 58 പറയുന്നതാണ്, ഷാൽ നോട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ ഓർഡർ ഫ്രം ദ മജിസ്ട്രേറ്റ് 24 മണിക്കൂർ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡറോടുകൂടി 24 മണിക്കൂർ എക്സീഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോ പോലീസ് കസ്റ്റഡി വേണം, ഇന്ററോഗേഷൻ വേണം. പക്ഷെ ആ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് തോന്നിയ പോലെ കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെക്ഷൻ 187. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ സാർ? അപ്പൊ ഈ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഈ പോലീസ് കസ്റ്റഡിക്ക് ശേഷമാണോ? അപ്പൊ അതാണ് ഒരു ചെറിയൊരു അതെ. പോലീസ് 15 ദിവസം 24 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലാണല്ലോ, അല്ലേ? അതെ സാർ. ആ പോലീസ് കസ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ 187 പ്രകാരം എവിടെ ഹാജരാക്കണം? കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കി കോടതി അത് പരിശോധിച്ചിട്ട് റിമാൻഡ് ചെയ്യുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി. അപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി. ഈ പോലീസ് കസ്റ്റഡി പിന്നെ മേടിക്കുന്നത് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡി മേടിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് കോടതിയിൽ പ്രതിയെ കൊണ്ട് ഹാജരാക്കി, കോടതി ഇത് വെരിഫൈ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തപ്പോ പെട്ടെന്ന് പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞു കൊണ്ടുപോകും. അങ്ങനെ പോലീസ് കസ്റ്റഡി കേട്ടിട്ട് പോലീസ് കസ്റ്റഡി കൊടുത്തു. പ്രതിയെ കൂടെ കേട്ടിട്ട് പോലീസ് കസ്റ്റഡി 5 ദിവസം പോലീസ് കസ്റ്റഡി കൊടുത്തു. പിറ്റേ ദിവസം പ്രതിഭാഗം വക്കീൽ കൊണ്ടൊരു ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടു. ആ ബെയിൽ ആപ്ലിക്കേഷൻ എന്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ?
പ്രതി പിന്നെ റിമാൻഡിലില്ല, ജുഡീഷ്യൽ കസ്റ്റഡിയിലില്ല. പ്രതി കസ്റ്റഡിയിലില്ല, ജുഡീഷ്യൽ കസ്റ്റഡിയില്ല, പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ജുഡീഷ്യൽ കസ്റ്റഡിയിലെ പീരീഡിലാണ് പിന്നീടുള്ള പോലീസ് കസ്റ്റഡി വരുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയില് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ പോലീസിന് കസ്റ്റഡി വെക്കാം. എത്ര നേരം? 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ പോലീസ് കസ്റ്റഡിയുടെ കാര്യമില്ല, പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി. അപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുത്തതിന് ശേഷമാണ് പ്രതിക്ക് പിന്നെ പോലീസ് കസ്റ്റഡി വേണ്ടത്. അപ്പൊ പോലീസ് കസ്റ്റഡിയിലോട്ട് വന്നു. പോലീസ് ഇപ്പൊ 5 ദിവസം കസ്റ്റഡി ചോദിച്ചു. പോലീസ് 2 ദിവസം കൊണ്ട് അയാളുടെ പ്രസൻസ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ തിരിച്ചെന്ത് ചെയ്യും? തിരിച്ച് അത് കോടതി കൊണ്ട് ഹാജരാക്കും. അപ്പൊ കോടതി എഴുതുന്നത് എന്താ? കോടതി എഴുതുന്നത് അക്യൂസ്ഡ് ഈസ് അഗൈൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പോലീസ് കസ്റ്റഡി ആൻഡ് ഹി ഈസ് റിമാൻഡഡ് ബാക്ക്. വീണ്ടും എന്തായി? ജുഡീഷ്യൽ കസ്റ്റഡിയിലായി. മനസ്സിലായില്ലേ? അതാണ് ആ വ്യത്യാസം. അതൊരു സെക്ഷൻ കൂടെ. ഓക്കെ, അത് മനസ്സിലായല്ലോ? അത് സിഗ്മയല്ലേ ചോദിച്ചേ? മനസ്സിലായി സർ. ഇനി 187(3) എന്ന് വായിക്കൂ. ആരാന്ന് വായിക്കാന്ന് പറഞ്ഞേ? ഞാൻ വായിക്കാം സർ. ശരി, വായിക്കാം. Clause 3, 187. The magistrate may authorize the detention of the accused person beyond the period of 15 days if he is satisfied that adequate grounds exist for doing so, but no magistrate shall authorize the detention of the accused person in custody under this subsection for a total period exceeding Subclause 1, 90 days where the investigation relates to an offence punishable with death, imprisonment for life, or imprisonment for a term of 10 years or more. Clause 2, 60 days where the investigation relates to any other offence. ഓക്കെ, ഇനി ആ 187(2) എന്ന് ഞാൻ വായിക്കാം. പഴയത് 187(2). 187(2)ല് നേരത്തെ പറഞ്ഞതുപോലെ വായിച്ചു. മജിസ്ട്രേറ്റ് ടു ഹും ആൻ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ഫോർവേഡഡ് അണ്ടർ ദിസ് സെക്ഷൻ മേ, വെദർ ഹി ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു ട്രൈ ദ കേസ്, he has or has no jurisdiction to try the case from time to time, authorize the detention of the accused in such custody as such magistrate thinks fit for a time not exceeding 15 days in the whole എന്ന് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വന്നപ്പോ ഇൻ പാർട്സ് എന്ന് കൂടെ ആക്കി. മനസ്സിലായി? നേരത്തെ ഇൻ ദ ഹോൾ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. If he has no jurisdiction to try the case, commit it for trial and considered further detention unnecessary, he may order the accused to be forwarded to a magistrate having jurisdiction. ഇനി 3ക്ക് പകരം മുമ്പുണ്ടായിരുന്നത് provided that the magistrate may authorize the detention of the accused person otherwise than in custody of the police beyond the period of 15 days if he is satisfied that adequate grounds exist for doing so, but no magistrate shall
authorize the detention of the accused person in custody under this paragraph for a total period exceeding clause 1 90 days where the investigation relates to an offense punishable with death, imprisonment for life, imprisonment for a term not less than 10 years. ഇപ്പോഴത്തെ എങ്ങനെയാ വന്നേ? ഇപ്പോഴത്തെ വന്നത് എങ്ങനെയാണ്? ഇംപ്രിസൺമെന്റ് ഡെത്ത് മുമ്പത്തെ സെയിം, ഇംപ്രിസൺ ഫോർ ലൈഫ് മുമ്പത്തെ സെയിം, ഇംപ്രിസൺ ഫോർ എ ടേം ഓഫ് 10 years or more. മുമ്പത് എങ്ങനെയായിരുന്നു? നോട്ട് ലെസ് ദാൻ 10 years. മനസ്സിലായി? ഇനി അടുത്ത എന്താ? 60 days വേർ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റ്സ് എനി അതർ ഒഫൻസ്. അപ്പൊ ഇനിയാണ് പ്രോബ്ലം. പ്രോബ്ലം എന്താന്ന് വെച്ചാല് സാറ് മ്യൂട്ടായി. സോറി. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ? അപ്പൊ 167 വായിച്ചത് കേട്ടോ? അത് കേട്ടു സാർ. അപ്പോ എന്താ പറയുന്നേ? ഈ 60 daysനുള്ളിൽ അല്ലെങ്കിൽ 90 daysനുള്ളിൽ ആസ് ദ കേസ് മേ ബി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. നമുക്കൊരു തോന്നലുണ്ട്. എന്താണ്? ഇത്രയും പിന്നെ ദിവസത്തിനുള്ളിൽ അതൊക്കെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അങ്ങനെയല്ല പറയുന്നത്. പറയുന്നത് എന്താന്ന് വെച്ചെന്നാല് ഇങ്ങനെയുള്ള ഒഫൻസിന്റെ ഒരു പ്രതിയെ ഈ പീരീഡിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നാ പറയണേ. അല്ലാതെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ there is no mandate for the investigating agency to file a final report within a stipulated period. അങ്ങനെ ഇല്ല, പറയണില്ല. പിന്നെ പറയുന്നത് എന്താണ്? പറയുന്നത് ഈ ലൈഫോ ഡെത്തോ അല്ലെങ്കിൽ 10 വർഷമോ അതിൽ കൂടുതലോ പണിഷ്മെന്റ് ഉള്ള ഒരു ഒഫൻസിനെ പ്രതിയെ 90 ദിവസത്തിനുള്ളിൽ കൂടി ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല. മറ്റേ കേസിൽ 60 ദിവസത്തിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്ത് പറ്റും? അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അത് പരിഹരിക്കും? 60 ദിവസം ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 60ാമത്തെ ദിവസം അവർ കൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്ന് കരുതുക. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ എന്തവസാനിച്ചു? ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു. ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചാൽ പിന്നെ റിമാൻഡ് വരുന്നത് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ 187 അല്ലെങ്കിൽ ഏർലിയർ നോട്ട് അണ്ടർ 187. പിന്നെ ഏത് പ്രൊവിഷനാ? റിമാൻഡ് ചെയ്യുമല്ലോ. അല്ലെങ്കിലും ഇപ്പൊ 60 ദിവസത്തിൽ കൊണ്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു, പ്രതിയെ ജാമ്യത്തിൽ വിടണോ നിർബന്ധമില്ല. അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ പിന്നെ പ്രതിയെ കൊണ്ട് ജാമ്യത്തിൽ കൊടുത്തു, വീണ്ടും 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അണ്ടർ 167 അല്ലെങ്കിൽ ഇപ്പോഴത്തെ 187. പിന്നെ വിച്ച് ഈസ് ദ പ്രൊവിഷൻ ദ CRPC? ആർക്കെങ്കിലും പറയാമോ? 309. യെസ്, എക്സാക്ട്ലി. അപ്പോ അങ്ങനെ വരുമ്പോ പിന്നെ 309 അനുസരിച്ചായിരുന്നു. 167 കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ധരിക്കുന്നത് എന്താണ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള. അങ്ങനെയല്ല മാൻഡേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഡീവിയേഷൻ വരുന്നത്, ഡിസ്റ്റിങ്ഷൻ വരുന്നത് 10 വർഷത്തിന് മുമ്പ് നോട്ട് ലെസ് ദാൻ 10 years ആയിരുന്നു. ഇപ്പൊ വരുന്നത് 10 വർഷം അതോ അതിന് കൂടുതലുള്ളതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് a punishment, a sentence prescribed for a particular offense is extend to 10 years ആണ്. extend to 10 years. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിൽ വരും? 187 ക്ലോസ് 1 വരുവോ? 187(3) ക്ലോസ് 1 വരുവോ? ക്ലോസ് 2 വരുവോ? എക്സ്റ്റെൻഡ് ടു 10 years ആണെങ്കിൽ എന്തു പറയുന്നു? days. 2 ആണ്. അപ്പൊ 10 വർഷം വരെ ശിക്ഷിക്കാമല്ലോ. 10 years or more എന്നല്ലേ പറയണത്?
മിനിമം 10 years അല്ല സാർ അതിന്റെ ഉദ്ദേശിക്കുന്നത്? മിനിമം 10 years എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്ത് പറയുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു? നോട്ട് ലെസ് ദാൻ 10 years ആയിരുന്നു മുമ്പത്തത്, ഇപ്പൊ 10 years ഓർ മോർ എന്നാക്കിയത്. മിനിമം 10 years CRPC ഉള്ളപ്പോഴല്ലേ സാർ ഉണ്ടായി, ഇപ്പൊ അതിന്റെ ഒരു കാറ്റഗറി മാറിയില്ലേ? ഇപ്പൊ കാറ്റഗറി എങ്ങനെ മാറി? ഇപ്പൊ 90 days ആയില്ലേ, ഇപ്പൊ 60 days അല്ലല്ലോ. അതെ, അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അതായത് ഫോർ എ പെർട്ടിക്കുലർ ഒഫൻസ് എക്സ്റ്റെൻഡ് ടു 10 years എന്നാണ് കരുതുക. ഇംപ്രിസൺമെന്റ് എക്സ്റ്റെൻഡ് ടു 10 years. അങ്ങനെ വരുമ്പം ഇത് 90 days ആണോ 60 days ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. days അല്ലേ സാർ വരാം അങ്ങനെയാണെങ്കിൽ? ഇനി മറ്റുള്ളവർ പറയൂ, ബാക്കിയുള്ളവരോട് പറയൂ. നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് പറയൂ, നമുക്കത് തെറ്റാണെങ്കിൽ തിരുത്തിയെടുക്കാം. ഇപ്പൊ പഴയ 370 IPC അതിന്റെ പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് നോട്ട് ലെസ് ദാൻ 7 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ 60 days ആണോ 90 days ആണോ ഇപ്പോഴത്തെ പ്രകാരം? 60. എന്ത് പറയുന്നു നജുമൽ? 60 തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതെ സാർ, ഞാൻ 60 ആണ്. മിനിമം മോർ ഉണ്ടെങ്കിൽ മാത്രമേ. ബാക്കിയുള്ളവർ പറയും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരും? നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായത് പറയൂ. സാർ ഇപ്പൊ വായിച്ച കേസിലാണെങ്കിൽ മിനിമം 7 മാക്സിമം ആണല്ലോ സാർ 10 years. അങ്ങനെ വരുമ്പോ 60 days. അങ്ങനെ വരുമ്പോ 60 days ആണ്. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? അതൊരു ഒരു ഡിസ്പ്യൂട്ട സംഗതിയാണ് അല്ലെ? അതേ സംബന്ധിച്ച് പിന്നെ സെറ്റിൽഡ് പൊസിഷൻ ഉണ്ട്. അത് നജുമൽ പറഞ്ഞതാണ് എന്റെ കറക്റ്റ്. അതായത് അങ്ങനെ വന്നാൽ അതിന്റെ ഈ മിനിമം പണിഷ്മെന്റ് 10 ആണെങ്കിൽ ഏത് വരുവുള്ളൂ എന്നാണ്. എക്സ്റ്റെൻഡ് ടു 10 years ആണെങ്കിൽ ക്ലോസ് 2 പോകും. മനസ്സിലായില്ലേ? യെസ്. അപ്പൊ മിനിമം 10 years എങ്കിലും ഉണ്ടായിരിക്കണം ആ ഒഫൻസിന്. ആ പ്രിസ്ക്രൈബ്ഡ് സെന്റൻസ് എന്ന് പറയുന്നത് പണിഷബിൾ വിത്ത് മിനിമം 10 years. എക്സ്റ്റെൻഡ് ടു 10 years എന്ന് പറഞ്ഞാൽ അത് 60 ദിവസമാണ്. അപ്പൊ അതിന് 2-3 ഡിസിഷൻ ഉണ്ട്. അത് നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന്. കേരളയുടെ തന്നെ 2-3 ഡിസിഷൻ ഉണ്ട്. അതില് പിന്നെ രാകേഷ് കുമാർ പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം 2017 KHSC വോളിയം 470. അത് സുപ്രീം കോടതി ഡിസിഷൻ ആണ്. അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അത് മിനിമം 10 years ആണ് ഉദ്ദേശിക്കണമെന്ന് പറയുന്നത്. അത് റിലേ ചെയ്തുകൊണ്ട് ഈ 187 ഉണ്ടായിട്ടുള്ള ഡിസിഷൻ 2 ഡിസിഷൻ ഉണ്ട്. ഒന്നുകൂടി പറയാം സാർ. രാകേഷ് കുമാർ പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം 2017 KHSC വോളിയം 4 470. 2017 KHSC വോളിയം 4 470. അത് റിലേ ചെയ്തുകൊണ്ട് ഈ 187 ഈ 2017 ഡിസിഷൻ എന്ന് പറഞ്ഞാൽ 167 വെച്ചിട്ടാണ് ഈ 187 ഡിസിഷൻ വന്നിരിക്കുന്നത്. 2025 2 KHSC 260 മുഹമ്മദ് സാജിദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതെനിക്ക് തോന്നുന്നു VG അരുൺ സാറിന്റെ ഡിസിഷൻ ആണ്. അത് തന്നെ റിലേ ചെയ്തുകൊണ്ട് ബെച്ചു കുര്യൻ സാറിന്റെ ഡിസിഷൻ ഉണ്ട്.
അത് 2015 KHC ഓൺലൈൻ 1741. 2015 2025 അല്ലേ സർ? 2025 KHC ഓൺലൈൻ 1741. ഇനി വേറൊരു സംശയം വരും. ഈ നോട്ട് ലെസ് ദാൻ 10 years എന്ന് ഉദ്ദേശിക്കുന്നതും 10 years ഓർ മോർ എന്ന് ഉദ്ദേശിക്കണോ ഒന്നാണോ എന്നൊരു സംശയം വരും മാറ്റിക്കഴിഞ്ഞപ്പോൾ. അത് ഒന്നാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ഡിസിഷൻ ഉണ്ട്. അത് 2001 KHC 650. രാജീവ് ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി. അതിന്റെ പാര നമ്പർ 6. രാജീവ് ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി, പാര 6. ഈ നോട്ട് ലെസ് ദാൻ 10 years എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 years ഓർ മോർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇന്റർപ്രിറ്റഡ് ഡിസിഷൻ ഉണ്ട്. അപ്പൊ അതുമായിട്ട് വരുമ്പോൾ ഈ ചേഞ്ച് വന്നാലും ഈ സെയിം ഇന്റർപ്രിറ്റേഷൻ തന്നെ വരും. ഇനി അപ്പൊ ആ ഡേയ്സിന്റെ അത് മനസ്സിലായല്ലോ. 60 days 90 days മനസ്സിലായല്ലോ. ഇനി ആ 60 days 90 days എവിടെ മുതൽ കൂട്ടും? whether it was from the date or time of arrest or whether it was from the date of remand. എവിടെ തൊട്ട് കൂട്ടും? ഈ 60 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമല്ലോ. കാര്യം കൃത്യം 60 ദിവസം കൊണ്ടാൽ തന്നെ ഇവർ വേണമെങ്കിൽ ഇത് ഫയൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാം. അപ്പൊ ഒരു ദിവസത്തെ വ്യത്യാസം ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും. അങ്ങനെ വന്നാൽ അത് കൂട്ടുന്നത് നോട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് അറസ്റ്റ്, ഇറ്റ് ഈസ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിമാൻഡ് ആണ്. പൊസിഷൻ മാറിയില്ലേ സർ? അതിപ്പോ പുതിയതായിട്ട് സുപ്രീം കോടതിയുടെ സെറ്റിൽഡ് പൊസിഷൻ വന്നില്ലേ സർ 2024? അല്ല, സുപ്രീം കോടതിയുടെ നേരത്തെ ഡിസിഷൻ ഉണ്ടത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഏറ്റവും പുതിയതായിട്ട് വന്നു സെറ്റിൽഡ് പൊസിഷൻ ആണ് 2024 ഡേറ്റ് ഓഫ് റിമാൻഡ് ആണെന്ന് പറഞ്ഞിട്ട്. ഡേറ്റ് ഓഫ് റിമാൻഡ് ആണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഡേറ്റ് ഓഫ് റിമാൻഡ് അല്ല, ഡേറ്റ് ഓഫ് അറസ്റ്റ്. സോറി, അത് നോക്കണം. ഏതാ ഡിസിഷൻ? ഏതാ അത്? 2024 സുപ്രീം കോടതി ഒരു 3 bench ഡിസിഷൻ ആണ് സർ. സൈറ്റേഷൻ ഉണ്ടോ? സൈറ്റ് അറിയാവോ? ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിനെ ശരിവെച്ചുകൊണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ പറയുന്നുണ്ടല്ലോ ഫസ്റ്റ്. അല്ല, ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് വരുന്നത് കൗണ്ടിങ് ഓഫ് ഡേയ്സ് ആണ്. അതായത് അവിടുത്തെ ആ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് നമ്മള് എണ്ണേണ്ടത് ഡേറ്റ് ഓഫ് റിമാൻഡ് തൊട്ടാണ്. പക്ഷെ ആ ഡേറ്റ് കൂട്ടുവോ? ഡേറ്റ് ഇനീഷ്യൽ ഡേയ്സും തീരുന്ന ദിവസവും കൂട്ടുവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ജനറൽ ക്ലോസ് ആക്ട് അനുസരിച്ചിട്ട് ഇങ്ങനെ 2 വന്നാൽ ഫസ്റ്റ് ഒമിറ്റ് ചെയ്യണമെന്നാണ്. മനസ്സിലായില്ലേ? ജനറൽ ക്ലോസ് ആക്ടിന്റെ റൂൾ സെക്ഷൻ 9 and 10 അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ബോത്ത് ഡേയ്സ് അല്ല, അതിൽ ഒരെണ്ണം ഒഴിവാക്കണം, മറ്റത് കൂട്ടണം എന്നാണ്. എന്നാൽ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ നമ്മുടെ കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ ആ കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ റൂൾ 22 പറയുന്നത് ഈ 2 ദിവസവും കൂട്ടണമെന്നാണ്. ഏത് 2 ദിവസമാ? ഇപ്പൊ 1-ാം തീയതി റിമാൻഡ് ചെയ്താൽ 1-ാം തീയതിയും കൂട്ടും, 15-ാം തീയതി വരെ ആണെങ്കിൽ 15-ാം തീയതി വരെയൊന്നും കൂട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ജനറൽ ക്ലോസ് ആക്ടിൽ പറയുന്നത് ഈ 9 and 10 പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്: ഇഫ് എ പീരീഡ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ആക്ട് ഫോർ എ പെർട്ടിക്കുലർ ആക്ഷൻ, എന്താണ് ഇത്? ഫസ്റ്റ് ഡേ ഷുഡ് ബി അവോയ്ഡഡ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചത്. ഇവിടെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഇനി പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നമ്മുടെ കോഡ് CRPC അല്ലെങ്കിൽ BNS?
ഉണ്ടോ? ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ഇനി ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ റൂൾസ് ഓഫ് പ്രാക്ടീസ് എടുക്കേണ്ടി വരും. ജനറൽ ക്ലോസ് ആക്ടില് പറയുന്നത് ഒരു ആക്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ 6 മാസത്തിൽ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു ആക്ട് നിഷ്കർഷിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടുമ്പോൾ അതിന്റെ തുടക്കം തീയതി എടുക്കരുത്, അവസാനത്തെ തീയതി എടുക്കണം. എണ്ണുമ്പോ കൗണ്ടിങ് ആണ് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താ, ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ ഒരു ഡേറ്റ് പറയുന്നില്ല. അത് ഞാൻ ഈ 2020 എനിക്ക് തോന്നുന്നു ബെച്ചു കുര്യൻ ദിവസം ഡിസിഷനിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ജനറൽ ക്ലോസ് ആക്ടിൽ അങ്ങനെ അത് ആപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻ ദ കോഡ് ഓഫ് CRPC അല്ലെങ്കിൽ BNS there is no provision to file final report within a prescribed period. എന്താ പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പറയുന്നത് എന്താണ്, പ്രതിയെ ഈ 60 ദിവസത്തിന് മേല് ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ഉദാഹരണത്തിന് പ്രതി ജാമ്യത്തിൽ പോയ കേസിൽ അവർ 60 ദിവസത്തിന് ഫയൽ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. പ്രതി ജാമ്യത്തിൽ പോകരുതെന്നുണ്ടെങ്കിൽ മാത്രം 60 ദിവസത്തിൽ ചാർജ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കേരള റൂൾസ് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത്. അതെന്തിനാണ്? അത് കൗണ്ടിങ്ങിനാണ്, നോട്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് അറസ്റ്റ്. റിമാൻഡ് പീരീഡ് കൂട്ടുന്നത് ഡേറ്റ് ഓഫ് അറസ്റ്റ് അല്ല, ഡേറ്റ് ഓഫ് റിമാൻഡ് ആണ്. അത് അങ്ങനെയല്ലേ വരുള്ളൂ നോർമലി. ഞാൻ പിന്നെ നജ്മൽ പറഞ്ഞ ഡിസിഷൻ ഞാൻ കണ്ടില്ല, അതൊന്നും നോക്കാൻ ഞാൻ. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഇതാണ് കാരണം കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ റൂൾ 22 അങ്ങനെ പറയുന്നുണ്ട്. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 2 ദിവസം ഒഴിവാക്കണമെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോ അതിന്റെ സൈറ്റേഷൻ ഒന്ന് പറയാമോ ജസ്വിന്ദർ സിംഗ്? നോക്കിയിട്ട് സാർ, ഞാൻ ഗൂഗിളിൽ നോക്കിയതാണ്, അങ്ങനെ ഒരു സൈറ്റേഷൻ വന്നതായിട്ട്. ഞങ്ങളൊരു കേസിൽ ഒരു NDPS ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എന്റെ ജൂനിയർ ഉണ്ട് ഞങ്ങളെ ഓഫീസിലെ. അത് എനിക്ക് അയച്ചെന്നായിരുന്നു, നമ്മുടേതാണ് ശരി എന്ന് പറഞ്ഞിട്ട്. അത് കണക്കാക്കണം എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഓഫ് കസ്റ്റഡിയാണ്, കസ്റ്റഡിയും അവരുടെ 20 വയലേഷൻ ആയതുകൊണ്ട് അതും ഇതിൽ എണ്ണണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ സാർ അതിന്റെ കോപ്പി ഉണ്ടാവും എന്റെ അടുത്ത്, ഞാനൊന്ന് ഓഫീസിലായിരിക്കും. അത് തിരിച്ച് സുപ്രീം കോടതി ഉണ്ട് നേരത്തെ, ഇത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ സൈറ്റേഷൻ ഞാൻ തരാം, അത് നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം കേട്ടോ. കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഇതാണ് കേരള റൂൾസ് ആണ് നമ്മൾ നോക്കേണ്ടത്, ജനറൽ ക്ലോസ് ആക്ട് അല്ല. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ ഈ ആദ്യത്തതും അവസാനത്തതും നമ്മൾ 60 ദിവസം കൂട്ടുമ്പോൾ അത് കൂട്ടും. അതാണ് 187(3). ഇനി നെക്സ്റ്റ് വരുന്നത് സപ്പോസ് എ കേസ്. ഡിസിഷൻ സാറാ 24 ഡിസിഷൻ സാർ 24 പറഞ്ഞോളൂ, ഏതാന്ന് പറഞ്ഞില്ല. റിമാൻഡ് ഇട്ടാ കൂട്ടണത് അത് ഞാൻ തരാം, ഞാൻ എടുത്ത് തരാന്നാ പറഞ്ഞത്. അത് ഞാൻ നോക്കിയിട്ടില്ല, എന്റെ ഉണ്ട്, ഞാൻ എടുത്ത് തരാം. പിന്നെ നെക്സ്റ്റ് ഈസ് 60 ദിവസം കൊണ്ട് ഫൈനൽ റിപ്പോർട്ട് പിന്നെ കൊടുത്തില്ല, പ്രതി പിന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നില്ല. 62ാമത്തെ ദിവസം കൊണ്ടുവന്ന് ഫയൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ പ്രതി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, 60 ദിവസത്തിൽ ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് ഐ ആം എൻറ്റിറ്റിൽ ടു ബെയിൽ, ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത്. അത് പറ്റുമോ? As per section, if he prepared to does furnish bail എന്നാണ് റിലീസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കേസിൽ എപ്പോഴും അക്യൂസ്ഡിന് ഫേവർ ആയിട്ടാണല്ലോ എടുക്കേണ്ടത് സർ. അക്യൂസ്ഡ് ഫേവർ ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം അതിനകത്ത് അത് പ്രതിയുടെ ഒരു ഇൻഡിഫിസിബിൾ റൈറ്റ് ആണ്. പക്ഷെ ആ റൈറ്റ് അവരെടുത്തില്ല എങ്കിൽ അവരെ ഇൻഫോം ചെയ്യണമെന്നുണ്ട്. പ്രതിയെ കോടതി ഇൻഫോം ചെയ്യണം, ഇങ്ങനെ ഇതുണ്ടെന്ന് ഇൻഫോം ചെയ്യണം. പക്ഷെ ഒരിക്കൽ ആ റൈറ്റ് ഉപേക്ഷിച്ചാൽ പിന്നെ ആ റൈറ്റ് കിട്ടൂല. 62ാമത്തെ ദിവസം കൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ റൈറ്റ് പ്രതിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആ പ്രതി ആ റൈറ്റ് എക്സ്റ്റിങ്വിഷ് ചെയ്ത് പോകും. മജിസ്ട്രേറ്റ് പ്രതിയെ ഇൻഫോം ചെയ്യണം
എന്നൊരു ഡിസിഷനിൽ പറയുന്നുണ്ട്. പ്രതിയെ ഇൻഫോം ചെയ്യണം. അത് നമ്മുടെ ലീഗൽ മറ്റെന്താണ് ലീഗൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട പ്രതി പിന്നെ കിടക്കുന്ന ഒരു കേസിലാണ്. അത് പിന്നെ 2014 AR 2014 SC 3983 അല്ലെങ്കിൽ 1980 KHC 537. കുസൈനര കോട്ടോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 1980 KHC 537. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ആ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് വരും. പിന്നെ പ്രതി ഇൻഡിവിജ്വൽ റൈറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അത് ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ചാർജ് കൊടുത്തു കഴിയുമ്പോൾ നോർമലി 187 എന്നുള്ളത് മാറിയിട്ട് അടുത്ത പഴയ 309 പോകും. 309 സെക്ഷൻ കൂടി ഒന്ന് പറഞ്ഞു. 309 ഇപ്പോഴത്തെ 346 അതായത് ട്രയലിൽ വരുമ്പോൾ നമ്മൾ കസ്റ്റഡിയിൽ വിടുന്നത് സെക്ഷൻ 346 പ്രകാരമാണ്, 187 പ്രകാരമല്ല. അതുകൊണ്ടാണ് ആ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ 56ാമത്തെ ദിവസം കൊണ്ട് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൈറ്റ് പ്രതിയുടെ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ്. കാരണം 180 ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ 187 നിന്ന് പുറത്തോട്ട് പോയി. പിന്നെ 187(2) പിന്നെ ആപ്ലിക്കേഷൻ നിൽക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അത് ശ്രദ്ധിച്ചോളണം. എന്തുകൊണ്ടാണ് ഫൈനൽ റിപ്പോർട്ട് ഇത് വേണ്ടി കൊടുക്കുന്നത് എന്നുള്ള മനസ്സിലാകും. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ 187(2) റൈറ്റ് പ്രതിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 187(2) കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആയിരിക്കണം. വെൻ ദ ഫൈനൽ റിപ്പോർട്ട് ഇസ് ഫൈൽഡ്, ഇൻവെസ്റ്റിഗേഷൻ ഓവർ, കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി പോലീസ് കൊണ്ട് ഒരു ഫയൽ റിപ്പോർട്ട് കൊടുത്തു. ഫയൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതി പരിശോധിച്ചപ്പോൾ അതിനകത്ത് 1-2 ഡോക്യുമെന്റ് ഇല്ലാതെ വന്നു. ഡോക്യുമെന്റ് ഇല്ലാതെ വന്നിട്ട് അത് റിട്ടേൺ ചെയ്തു, ഡിഫക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്തു. പിറ്റേ ദിവസം ഫയൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 1-2 ഡോക്യുമെന്റ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ആ ഫൈനൽ റിപ്പോർട്ട് വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പൊസിഷൻ. അപ്പോഴും പ്രതിക്ക് ആ റൈറ്റ് പോകും. മനസ്സിലായില്ലേ? ഇനി ഇത് കൊടുത്തില്ല എങ്കിൽ നിർബന്ധമായിട്ടും പ്രതിക്ക് ആ ഒരു റൈറ്റ് കിട്ടും. അതിനാണ് നമ്മൾ ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. Then 187(3) ഇനി നെക്സ്റ്റ് വരുന്നത് ഈ സാധാരണ നിങ്ങൾ കേട്ട് കാണും, പിന്നെ ഈ പ്രതിയെ എന്താണ് ഹോസ്പിറ്റലിൽ പോയി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആശുപത്രിയിൽ പോയി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ആരും ഇല്ലേ? ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണെങ്കിൽ അവിടെ പോയിട്ട് ഫസ്റ്റ് റിമാൻഡിന് അല്ലെ, ആദ്യത്തെ റിമാൻഡിന് അവിടെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഈ ക്ലോസ് 4 പറയണത്. ഒന്ന് വായിച്ച്, പിന്നെ ആരാന്ന് വായിക്കണേ? സൗഫില ഒന്ന് വായിച്ചേ ക്ലോസ് 4. Clause 4. No magistrate shall authorize detention of the accused in custody of the police under this section unless the accused is produced before him in person for the first time and subsequently every time till the accused remains in the custody of the police, but the magistrate may extend further detention in judicial custody on production of the accused either in person or through the audio video electronic means. അപ്പോ ഫസ്റ്റ് റിമാൻഡ് നേരിട്ട് പോയിട്ട് റിമാൻഡ് ചെയ്യണം. എക്സ്റ്റൻഷനില് എന്താണ്, ഒന്നുകിൽ പേഴ്സണൽ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ആയിട്ട് പോകും. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻ എ കേസ് ഇൻ വിച്ച് ദി അക്യൂസ്ഡ് ഈസ് unable to move due to his physical illness and he is seriously admitted in a hospital and magistrate remanded him using video recording, if the action of the magistrate is illegal എന്ന് ചോദിക്കും. അപ്പൊ എന്താണ്, അത് ഇല്ലീഗലാണ്. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇതിൽ പോയി പ്രസൻസിൽ ഫിസിക്കൽ പ്രസൻസ് എടുത്തിട്ട് ഇത് ചെയ്യണം. സെക്കൻഡ് എക്സ്റ്റൻഷനിൽ എങ്ങോട്ട് പോകാം? ഓഡിയോ വീഡിയോ ഉപയോഗിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഇവര് നമ്മളെ മജിസ്ട്രേറ്റന്മാർ നേരിട്ട് അവിടെ പോയിട്ട് റിമാൻഡ് ചെയ്യുന്നത്. മനസ്സിലായി?
ഇനി നിങ്ങൾ ഈ പിന്നെ മജിസ്ട്രേറ്റിനെ നമ്മളെ പിന്നെ അറസ്റ്റ് ചെയ്ത് പിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യണത് എന്താണെന്നറിയാമോ? നജുവല് പറയണ്ട, എന്താ ആദ്യം ചെയ്യണേ? മെഡിക്കൽ എക്സാമിനേഷൻ. അല്ല സർ, മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ വിടുവോ ആദ്യമോ? മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടൊക്കെ അവർ കൊണ്ടുവന്നത്. മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യണത് എന്താ? ഗ്രൗണ്ട് ഫോർ അറസ്റ്റ് ആണ്. അല്ല, അത് മജിസ്ട്രേറ്റ് ചോദിക്കേണ്ട ചോദ്യം. ഞാൻ ചോദിച്ച മജിസ്ട്രേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? കണ്ടിട്ടില്ലാരും ചോദിക്കാറുണ്ട്. അത് മജിസ്ട്രേറ്റ് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ അത് കാണാൻ പറ്റും. മറ്റേത് സ്റ്റാഫ് ചെയ്യണത്. അതായിരിക്കും നിങ്ങൾക്കൊരു സംശയം വരും. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോ മജിസ്ട്രേറ്റ് ആദ്യം എന്താ ചെയ്യണത്? അറിയാവോ? ഇയാളെ തന്നെയാണ് അല്ല, അറിയില്ല സാർ. ഇയാളെ തന്നെയാണ് ഈ പേര് പറഞ്ഞിരിക്കുന്ന ആള് തന്നെയാണോ കൊണ്ടുവന്നിരിക്കണെന്ന് അറിയണ്ടേ? അതിന് അയാളെ കൊണ്ട് ഒപ്പിടിക്കും റിമാൻഡ് റിപ്പോർട്ടിന്റെ പുറത്ത്. സാധാരണ സ്റ്റാഫാ ചെയ്യണ, അതാണ് നിങ്ങൾ അറിയാത്തത്. ഇയാൾ തന്നെയാണോ കൊണ്ടുവന്നത് അറിയണ്ടേ നമ്മള്? അപ്പൊ അയാളെ കൊണ്ട് ഒപ്പിടിക്കും. അത് നമ്മൾ അതിന് താഴേക്ക് വരുമ്പോ അത് മനസ്സിലാകും. നമ്മള് 5 എന്ന് വായിച്ചേ. ആരാ വായിക്കണേ? സഫീല വായിക്കും. 5 വായിക്കും. ക്ലോസ് 5. Clause 5. No magistrate of the second class not specially empowered in this behalf by the High Court shall authorize അടുത്ത വായിച്ചു. Explanation 1. For the avoidance of doubts, it is hereby declared that, notwithstanding the expiry of the period specified in subsection 3, the accused shall be detained in custody so long as he does not furnish bail. Explanation 2 വായിക്കും. Explanation 2. If any question arise whether an accused person was produced before the magistrate as required under subsection 4, the production of the accused person may be proved by his signature on the order authorizing detention or by the order certified by the magistrate as to production of the accused person through the audio, video, electronic means as the case may be, provided that. അത് നോക്കട്ടെ. അപ്പൊ ഇയാള് നാളെ പറയണേ ഞാനല്ലേ എന്നെ അല്ല കൊണ്ടുവന്നെന്ന് പറഞ്ഞാല്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആദ്യം അയാളുടെ ഒപ്പ് മേടിക്കും. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പ് മേടിക്കും. മനസ്സിലായില്ലേ? അയാളെ കൊണ്ട് ഒപ്പിടിച്ചിട്ടാണ് നമ്മൾ പിന്നീട് നിയമപ്രകാര കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് പോലീസിനെതിരെ പരാതി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് അയാളുടെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഐഡന്റിഫിക്കേഷൻ സംബന്ധിച്ചിട്ട് നമ്മൾ ഇവരുടെ ഒപ്പ് മേടിച്ചെടുക്കും ആദ്യം. അത് ഈ സാധാരണ കോടതിയിൽ ഈ മറ്റേ FIR ക്ലർക്ക് ഉണ്ടല്ലോ, അവിടെയാണല്ലോ കോടതി കൂടുമ്പോൾ കൊണ്ടുവരും. അപ്പൊ അവിടെ തന്നെ ഇവന്റെ ഒപ്പ് മേടിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ആ ഒപ്പ് നോക്കിയിട്ടാണ് മജിസ്ട്രേറ്റ് ഇയാൾ തന്നെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതാണ് ഈ എക്സ്പ്ലനേഷൻ 2 പറയുന്നത്. മനസ്സിലായില്ലേ? വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇനി ആ പ്രൊവൈസ് കൂടെ വായിച്ചോ. Provided that in case of a woman under 18 years of age, the detention shall be authorized to be in the custody of a remand home or recognized social institution. അത് മറ്റേ വുമണിനൊക്കെ റിമാൻഡ് ചെയ്യുമ്പം പിന്നെ റിമാൻഡ് ഹോമിലോട്ട് വിടണം എന്നുള്ളതാണ്. Provided further that no person shall be detained otherwise than in police station, under police custody, or in prison under judicial custody, or a place declared as prison by the central government or the state government. പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പിന്നെ ഈ പോലീസ് ജയില് ഓതറൈസ് ചെയ്ത് ജയിലിലല്ലാതെ റിമാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത പോർഷൻ ഉണ്ട്. 6, 7, 8, 9, 10 വരെ ഉണ്ട്. മനസ്സിലായി? അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അപ്പോ ഈ 187ന്റെ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നാൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. 187(2)
ആയിട്ടുള്ള വ്യത്യാസം ഉണ്ട്. മറ്റത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പറ്റുള്ളായിരുന്നു, ഇപ്പൊ അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ പറ്റും. ഒരു കാര്യം കൂടെ ഉണ്ട്, ഗൗരവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ വരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോയിട്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം, മുമ്പ് പറ്റത്തില്ലായിരുന്നു. ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് പ്രൊവിഷൻ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ടർ അതുപോലെ തന്നെയുള്ള ADM ഇവരൊക്കെ വരും. അവരെല്ലാം എന്ത് വെച്ചാല് ഈ നിലവിലുള്ള ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു ജുഡീഷ്യൽ ഇവാലുവേഷനോടെ ചെയ്യുന്ന കാര്യം ആണ് ഇത് ചെയ്യുന്നത്. പോലീസ് കസ്റ്റഡി നമ്മൾ സാധാരണ പോലീസ് കസ്റ്റഡി കൊടുക്കുന്നത് എങ്ങനെയുള്ള വാദം കേട്ട്, പ്രതിക്ക് പറയാനുള്ളതും കേട്ട്, പോലീസിന് പറയാനുള്ളതും കേട്ട്, ഇത് ആവശ്യമുണ്ട്. ചിലപ്പോൾ അവർ ചോദിക്കുന്ന 10 ദിവസമാണെങ്കിൽ മജിസ്ട്രേറ്റ് വേണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എഴുതിയൊക്കെ കൊടുക്കും, എന്താണ് പോലീസ് കസ്റ്റഡിയിൽ ഹരാസ്മെന്റ് പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, മെഡിക്കൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. അവർ ചെയ്യായിട്ടായിരിക്കാം, പക്ഷെ എന്നാലും പോലീസ് കസ്റ്റഡി കൊടുക്കുന്നത് ഒരു ജുഡീഷ്യൽ ഇവാലുവേഷനോടുകൂടി ആയിരുന്നു മുമ്പ് 187 പ്രകാരം. ബട്ട് ഇപ്പോ ദ തിങ് ഈസ് ഡിഫറെന്റ്. ഈവൺ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ക്യാൻ ഡു ഇറ്റ്. അതാണ് ഇപ്പോഴത്തെ 187 പ്രൊവിഷൻ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി സർ, മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഓക്കെ, എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ എടുത്തോളാം കണ്ടിന്യൂസ് ആയിട്ട്. കുറച്ച് പോർഷൻ തീരാനുണ്ട്, നമ്മുടെ ചെറിയൊരു അസൗകര്യം വന്നു. എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നു, അന്ന് ഹോസ്പിറ്റലിലേക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് അന്നത്തെ ക്ലാസ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഓക്കെ, ശരി എന്നാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഇനി ക്ലാസ് എടുക്കാനുള്ളവര് അടുത്ത ക്ലാസ് കഴിക്കുന്ന പിന്നെ മൂന്നാമത്തെ, അതായത് ഇനി ഞാൻ എടുക്കുന്ന ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ക്ലാസ് എടുക്കണം. ആരാ എടുക്കണം? ആദ്യം എടുക്കണേ? ആദ്യം പറഞ്ഞത് ആരായിരുന്നു? മറന്നുപോയാ? ആരായിരുന്നു ആദ്യം എടുക്കണേ? ആദ്യം പറഞ്ഞത് ആരായിരുന്നു? സിഗ്മല്ലേ ആദ്യം പറഞ്ഞത്? ആദ്യം സിഗ്മയാണ് പറഞ്ഞത്. എന്തായിരുന്നു പോർഷൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സാർ എന്റെ ഓർമ്മയില്. ആദ്യം സിഗ്മയാ പറഞ്ഞത്. ഓക്കെ സാർ, ഞാൻ എടുക്കാം. ഏത് പോർഷൻ ആയിരുന്നു പറഞ്ഞത്? എനിക്ക് സാർ എനിക്കിതിങ്ങനെ ഓർമ്മയിലില്ല കേട്ടോ സാർ, സത്യമായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ. അനന്തകൃഷ്ണൻ എടുക്കാന്ന് പറഞ്ഞത് സമൻസ് ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെൻഡിങ് ഉള്ളത് BNS ആയിരുന്നു, ഒരു ക്ലാസ്സിൽ പെൻഡിങ് ഉണ്ടായിരുന്നു സാർ. ഞാനിത് CRBN ഇതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു എന്റെ ഒരു ഓർമ്മ. എടുത്തോളാം സാർ. ശരി സാർ, അറസ്റ്റ് എടുത്തോളാം സാർ. എന്നെടുക്കും? എന്നാ സാർ വേണ്ടേ പറയാം സാർ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് അല്ല, നെക്സ്റ്റ് നാളത്തെ കഴിഞ്ഞിട്ട്, ഇന്നിപ്പോ ചൊവ്വാഴ്ചയല്ലേ, ബുധൻ വ്യാഴം, വെള്ളിയാഴ്ച എടുക്കുവോ? ഓക്കെ സാർ, ഞാൻ എടുക്കാം, കുഴപ്പമില്ല സാർ. 35 തൊട്ടുള്ള സെക്ഷൻസ് അല്ലേ സാർ? അതെ അതെ അതെ, 35 to 62. ഓക്കെ, ഞാൻ എടുക്കാം. ഓക്കെ സാർ. ശരി ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. Thank you, sir.